ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയൊന്നും ചേർക്കാതെ അരമണിക്കൂർ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ പൊറോട്ട ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ നടുവിലായിട്ട് ഞാനൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് 1/4 കപ്പോളം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൊറോട്ട തയ്യാറാക്കുന്ന സമയത്ത് പൊറോട്ടയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ മാവ് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. വീണ്ടും ഇതിലേക്ക് 1/4 കപ്പ് പാലുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചപ്പാത്തിയേക്കാൾ ഒരല്പം കൂടി ലൂസായിട്ട് വേണം പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് മാവ് കുഴയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാവ് സോഫ്റ്റായി കിട്ടും. മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നന്നായി തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഇപ്പോൾ തന്നെ പൊറോട്ടയ്ക്കുള്ള ബോൾസ് ആക്കി വയ്ക്കുകയാണ്. ഓരോ ബോൾസ് എടുത്തിട്ട് ഞാൻ പാം ഓയിലിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെറും 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ മാവായി എടുത്തിട്ട് അതിലേക്ക് അല്പം എണ്ണ തേച്ച് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് പൊറോട്ട വീശുന്നത് പോലെ ഒന്ന് വീശിയെടുക്കാം. മുമ്പ് ഞാൻ പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട് പൊറോട്ട അടിക്കുന്ന സമയത്ത് കൈകൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒന്ന് കണ്ടു നോക്കണേ. നല്ലതുപോലെ വീശിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ വേണം ഈ പൊറോട്ടയ്ക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്ത പൊറോട്ട ഞാൻ റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. 1-2 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൊറോട്ട വീശിയെടുക്കാൻ പറ്റും. വലത് കൈയുടെ തള്ളവിരൽ അടിഭാഗത്തും ബാക്കി വിരലുകൾ മുകൾ ഭാഗത്തും ഇടതു കൈയുടെ നേരെ എതിർവശത്തായിട്ടും വെച്ചതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് മാവിൽ പിടിച്ച് ഒന്ന് കറക്കി ഒന്ന് വീശിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൊറോട്ട വീശിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ വീശി ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ആദ്യം ചുറ്റി വെച്ച മാവ് ഓരോന്നായിട്ട് എടുക്കുക. അതിലേക്ക് അല്പം ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. കൂടുതൽ പരത്തണ്ട, ബൺ പൊറോട്ട ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി ഓരോ പൊറോട്ടയായി ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് പൊറോട്ടയുടെ മുകളിലേക്കും കുറച്ചുകൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കാം. ബൺ പൊറോട്ട ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ അല്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് അല്പം സമയം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ദാ ഒരു പൊറോട്ട ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊരടുപ്പിൽ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കൂടി ഞാൻ പൊറോട്ട ഇട്ട് ചുട്ടെടുക്കുകയാണ്. ദാ അപ്പച്ചട്ടിയിലുള്ളതും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഇതൊന്ന് തട്ടി കൊടുക്കാം. സാധാ പൊറോട്ട തട്ടുന്നത് പോലെ ഒരുപാടിട്ട് തട്ടണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുമ്പോഴേക്കും നല്ലതുപോലെ ഇതളുകൾ ഇളകി വരും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.